ഗാൾ ബ്ലാഡർ അഥവാ പിത്താശയവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമെന്ന് പറയുന്നത് പിത്താശയ കല്ലുകളാണ്. ഇത് കാരണത്താൽ പിത്താശയം പലപ്പോഴും റിമൂവ് വരെ ചെയ്യേണ്ടി വരുന്നുണ്ട്. പിത്താശയ കല്ലുകൾ മൊത്തം 3 തരമുണ്ട്. കൊളസ്ട്രോൾ സ്റ്റോൺസ് ഉണ്ട്, പിഗ്മെന്റ് സ്റ്റോൺസ് ഉണ്ട്, മിക്സ്ഡ് സ്റ്റോൺസ് ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലുകളാണ് കൊളസ്ട്രോൾ സ്റ്റോൺസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കൊളസ്ട്രോൾ കല്ലുകൾ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യം കരളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കരൾ ആദ്യം കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കാണുന്നതാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോൾ. കാഴ്ചയിൽ ഒരുപോലെ തോന്നിക്കുമെങ്കിലും ഇത് കട്ടിയായ നെയ്യാണ്. രക്തത്തിൽ നിന്നും വെള്ളവും ഇലക്ട്രോലൈറ്റ്സും കരൾ എടുക്കുന്നു. നിങ്ങൾക്കറിയാം, നെയ്യ് ഒരിക്കലും വെള്ളത്തിൽ അലിയില്ല. കരൾ ഉടനെ തന്നെ ബൈൽ സോൾട്സിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കാണുന്നത് സോപ്പ് പൊടിയാണ്. തൽക്കാലം ഇതിനെ ബൈൽ സോൾട്സ് പോലെ നിങ്ങൾ കണക്കാക്കുക. എങ്ങനെയാണോ സോപ്പ് പൊടി ഈ മിശ്രിതത്തിൽ ഇട്ടപ്പോൾ നെയ്യ് നല്ല വൃത്തിക്ക് അലിഞ്ഞത്, അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളിലോട്ട് ബൈൽ സോൾട്സ് ഇടുമ്പോൾ കൊളസ്ട്രോൾ കംപ്ലീറ്റ് ആയിട്ട് അലിയുന്നു. ഈ മിശ്രിതത്തെയാണ് നമ്മൾ ബൈൽ അഥവാ പിത്തം എന്ന് വിളിക്കുന്നത്. ഇത്രയും സംഭവിക്കുന്നത് കരളിലാണ് കേട്ടോ. അങ്ങനെ കരളിൻ്റെ 2 ലോബിൽ നിന്നും പിത്തം ഇതുപോലെ ഒഴുകി ഒരു ട്യൂബിലെത്തി അവിടെ നിന്നും ഒരു സഞ്ചിയിൽ അതിനെ ശേഖരിക്കപ്പെടുന്നു. ഈ സഞ്ചിയാണ് ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചി എന്ന് പറയുന്നത്. ഗോൾ ബ്ലാഡറിൽ ബൈല് സൂക്ഷിക്കപ്പെടുന്നു. ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ നിന്നും ഒരു ട്യൂബ് നേരെ നമ്മുടെ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണം വയറ്റിൽ നിന്നും ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ചെറുകുടൽ ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. ഇത് പിത്തസഞ്ചിയുടെ ഭിത്തികളിൽ എത്തിക്കഴിഞ്ഞാൽ പിത്തസഞ്ചി വല്ലാതെ കോൺട്രാക്ട് ചെയ്യാൻ അത് സഹായിക്കുന്നു. അങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് ഈ ട്യൂബ് വഴി നേരെ ചെറുകുടലിൽ എത്തുന്നു. നമ്മൾ കഴിച്ച കൊഴുപ്പിൻ്റെ ആഹാരത്തിലെ കൊഴുപ്പിനെ ഇത് നല്ല രീതിയിൽ അലിയിക്കുന്നു, ദഹിപ്പിക്കാൻ എളുപ്പവുമാക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി കൊളസ്ട്രോൾ കല്ലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. 1, കരൾ അമിതമായി കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നു. 2, കരളിൽ നിന്നും ബൈൽ സോൾട്സ് തീരെ ഉണ്ടാവുന്നില്ല. 3, പിത്തസഞ്ചി തീരെ ചലിക്കുന്നില്ല. അത് കാരണം ബൈൽ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇത് 3ഉം ഒരുമിച്ചാണ് നടക്കുന്നത്. ബൈൽ സോൾട്സ് തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അമിതമായ കൊളസ്ട്രോളിനെ അലിയിപ്പിക്കാൻ അതിന് കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ തന്നെ കൊഴുപ്പുള്ള ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിത്തസഞ്ചി തീരെ ചലിക്കാതെ ബൈൽ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ബൈലിൽ നിന്നും വെള്ളത്തിനെ തിരിച്ചു വീണ്ടും വലിച്ചെടുക്കുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൊളസ്ട്രോൾ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ടുണ്ടാവുക. അത് കാലക്രമേണ കട്ടിയായി തുടങ്ങുന്നു. ഇതിനാണ് ആദ്യം സ്ലഡ്ജ് എന്ന് പറയാം. കാലക്രമേണ ഇതിൻ്റെ സൈസ് വലുതായി വരുന്നു. കൊളസ്ട്രോൾ കല്ലായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇതെങ്ങാനും എപ്പോഴെങ്കിലും ഗോൾ ബ്ലാഡറിൻ്റെ ദ്വാരത്തിൽ കയറി കുടുങ്ങി അടഞ്ഞുപോയി കഴിഞ്ഞാൽ അത് പിന്നെ പ്രയാസമാകും. ആരിലാണ് ഇതൊക്കെ കൂടുതൽ കണ്ടുവരുന്നത്, എന്തുകൊണ്ടാണ് ഇത് കണ്ടുവരുന്നത്, ഇതിൻ്റെ പ്രതിവിധികൾ എന്തെല്ലാമാണ് മുതലായ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.